ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ഫീലിംഗ് ടു മേക്ക്. നമ്മൾ പറയില്ലേ, ഞാൻ ഒരു സാധനം, ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാല് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ട്. ആ ഇതിനകത്ത് എഡോക്ക് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഞാൻ ഗണേശനെ കൊണ്ടുണ്ട് വലിയ തർക്കങ്ങൾ കഴിഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. അത് തരും. അത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. നിങ്ങൾ വന്ന് നമ്മൾ അറിയിക്കുന്ന കാര്യങ്ങളും ഇതുമായിട്ട്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിഷു, അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ്, എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞു എന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകൾ ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയറായ ഓഡിയോസും വീഡിയോസും ഉണ്ട് എൻ്റെ അടുത്ത്. അവർ എന്ത് പറയും അറിയാമോ? നിങ്ങൾ ആദ്യം പറയാം ഞങ്ങൾക്ക് കണക്ക് അവതരിപ്പിച്ചില്ല, ഞങ്ങൾ സ്റ്റാർട്ടിങ് അല്ലല്ല മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന് മുമ്പേ അതൊന്ന് ഞാൻ പറഞ്ഞു ഹലോ നമസ്കാരം എന്ന് പറഞ്ഞപ്പോ അതൊക്കെ ഒന്നുമില്ല, ഇത് ആവശ്യം, നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള്, പിഷു വേറെ ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായോ, അത്ര നേരം നിൽക്കൂല. എനിക്ക് തൊലിക്കട്ടിയൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ കമ്മിറ്റീന് വേണ്ടിയിട്ട് അവിടെ നിന്നത് അമ്മ അസോസിയേഷൻ എന്ന് നമ്മളല്ലേ കുറച്ച് ആൾക്കാർ, ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ്. എത്ര മെമ്പേഴ്സ് എന്നെ വിളിച്ചു അറിയോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശ്വേത, സോറി എന്ന് പറഞ്ഞിട്ട് എത്ര മെമ്പേഴ്സ് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു ഇനി ഒരു സ്ത്രീക്ക് സാധനം കിട്ടുമോ, സ്ത്രീകൾക്ക് ഒരു എന്തെങ്കിലും ഉണ്ടോ, സ്ത്രീകൾക്ക് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. ഈ പറയുന്ന കാര്യം ഇവര് സോഷ്യലി ഡൈവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇനി മിണ്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നത് സ്ത്രീകളായി പോയി. നമ്മുടെ വിധി ആലോചിക്കണം. നീന കുറുപ്പ്, ലക്ഷ്മി പ്രിയ, അൻസിബ, മറ്റേ മൂക്കുട്ടിയുടെ പൊക്കമുള്ള പെണ്ണ്, ഇവര് തുടങ്ങി. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നുള്ളതായില്ലേ? അല്ല അത് മനസ്സിലായി പിഷു. അതല്ലേ ഞാനിപ്പോ പിഷുവിനോട് എന്താ പറഞ്ഞേ, ഞാൻ കമ്മിറ്റിയിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് നിർബാധിത്വം, നിങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചോളൂ, ഞാൻ തന്നെ പ്രഖ്യാപിക്കാൻ റെഡിയാ. പക്ഷേ നിങ്ങൾ നമുക്ക് ഇത് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ നിർബാധിത്വം, നമ്മുടെ കണക്കും നമ്മുടെ ഒരു അമ്മ ഡ്യൂട്ടി ഒന്നും റോങ് ആയി ചെയ്യില്ല. ഇപ്പൊ കൈനീട്ടം എല്ലാം നമ്മൾ അയച്ചു. നിങ്ങൾക്ക് ഇത് ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഇത് തരാനുള്ള അധികാരമില്ലെന്ന്. അതെ ഓക്കെ ശരി. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ജനറൽ ബോഡി തന്നെ തരണം. എനിക്ക് രാജിവെക്കാൻ അധികാരമുണ്ട്. എനിക്ക് എന്റെ അധികാരം കൈമാറ്റം ചെയ്യാൻ അധികാരമില്ല. ഞാൻ പറഞ്ഞ സാധനം പിടുത്തം കിട്ടും. എനിക്ക് വേണമെങ്കിൽ ഇത് എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് രാജിവെക്കാം. പക്ഷെ എനിക്ക് ഞങ്ങൾ ഞങ്ങൾ പഴയ കമ്മിറ്റിക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനറൽ ബോഡിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അല്ല ഒരു മിനിറ്റ് എഡോക്ക് ചെയ്യാൻ പറ്റും എന്നാണോ ജനറൽ ബോഡിക്ക്? അല്ല മറ്റേ അമ്മയുടെ ബൈലോ പ്രകാരം ജനറൽ ബോഡിക്ക് എഡോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പൊ എഡോക്കിന്റെ ഒരു മിനിറ്റ് അല്ലല്ല നോട്ട് വിത്തൗട്ട് കൈയടിച്ച് പാസ്സാക്കാൻ. ഓ വേ, അങ്ങനത്തെ ഒരു ഇതിൽ പ്രീവിയസ് എഡോക്ക് അവര് 8-10 മാസം അവര് അതേ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മനസ്സിലായോ സാർ? ഇതിന്റെ നിങ്ങൾ വീഡിയോ പ്രോഗ്രാം കാണിച്ചാലും ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് രാജിവെച്ച് പോയി സാഹചര്യത്തിൽ ജനറൽ ബോഡി ഒരു അഡ്വോക്ക് കമ്മിറ്റി ഏൽപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഇതിപ്പോ വരുന്ന വ്യാഖ്യാനം. അങ്ങനെയല്ലേ വരുള്ളൂ. ഓക്കെ പിഷു, എന്താ പറയാ പിഷു, അപ്പോ ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ എഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പോ ദാറ്റ് മീൻസ് അക്കോർഡിംഗ് ടു ദ കൺവീനിയൻസ് ദ എഡ്ഹോക്ക്. പിന്നെ ഒരു ചെയർ ഉണ്ടാവുമ്പോ എങ്ങനെയാണ് ജഗദീഷ് ഏട്ടൻ നോ ജനറൽ ബോഡിന്റെ മുമ്പ് തന്നെ അവര് എഡ്ഹോക്ക് ആക്കി. ജനറൽ ബോഡി ആര്? ഈ ലാലേട്ടനും ബാബുരാജേട്ടന്റെ, ലാലേട്ടൻ അല്ല ഞാൻ പറയുന്നത്, ബാബുരാജേട്ടൻ എങ്ങനെ ആ കൺവീനിയർ ആയിട്ട് അത്ര ദിവസം വരെ നിന്നു?
എങ്ങനെ ആള് എഡോക്ക് അതേ കമ്മിറ്റി ഓടിച്ചു. അത് മാത്രല്ല, എഡോക്ക് ആൾക്കാരാണ് കുടുംബസംഗമം നടത്തിയത്, എഡോക്ക് ആൾക്കാരാണ് സഞ്ജീവനി ഇറക്കിയത്. എങ്ങനെ എഡോക്ക് ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റും? പിഷു പറയൂ. അപ്പൊ നിങ്ങൾ പറയൂ, ഒരു കമ്മിറ്റിക്ക് ഒരു റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂളാണോ? പറയൂ. കഴിഞ്ഞ അഡ്വക്കേറ്റ് സംബന്ധിച്ച് എങ്ങനെ ഈ കുടുംബസംഗമം നടത്താം? പോളിസി ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല. പോളിസി മാറ്റേഴ്സില്ല. പിഷു നിങ്ങൾ ഏത് അഡ്വക്കേറ്റിന്റെ കൂടെ കൺസൾട്ട് ചെയ്യുന്നു? ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റിന്റെ കൂടെ ഇരിക്കാൻ റെഡിയാണ്. അല്ല, നമ്മൾ അഡ്വക്കേറ്റിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അമ്മയെ കോൺഗ്രസിനോട് സംസാരിക്കേണ്ടത്. ഞാൻ പറയുന്നത് സഞ്ജീവനി തുടങ്ങാനുള്ള അധികാരം അഡ്വക്കേറ്റ് കമ്മിറ്റിക്കില്ല. തുടങ്ങിയോ നടത്താനുള്ള അധികാരം ഉണ്ട്. തുടങ്ങി. അപ്പൊ അത് തെറ്റാണോ? ആണ്. അപ്പൊ എന്തുകൊണ്ട് അപ്പോ ഒരു കമ്മിറ്റിക്ക് വേറെ റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂള് എങ്ങനെ? പിന്നെ നമ്മളെ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്മിറ്റിയിൽ വിശ്വാസമില്ലായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾക്ക് അടുത്ത ഒരു മേ ബി മാക്സിമം 45 ഡേയ്സിൽ നമ്മൾ ഇത് വിളിച്ചേനെ, എലക്ഷൻ നമ്മൾ തന്നെ വിളിച്ചേനെ. എങ്ങനെയാണ് കമ്മിറ്റി മാറ്റാൻ പറ്റണത്? എങ്ങനെ? നമ്മൾ ഇതാ ചോദിച്ചത്. 45 ദിവസം കൊടുക്കൂ. ലാലേട്ടനോട് പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞു യെസ് ഇത് കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് സിദ്ദിഖ ലാലേ വേണ്ട, ലാലിന്റെ തലയിൽ വരും എന്ന് പറയാനുള്ള ഒരു അധികം? എന്തിനാണ് ഈ കുറച്ച് കുറ്റാരോപിതരായ ആൾക്കാർ മാത്രം ഒച്ചമ്പിളി ഉണ്ടാക്കിയത്? പിന്നെ കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? മറ്റേ എത്രയോ, ഞാൻ ഇനി എത്ര കാണിക്കണം, എത്രയോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ ശരി, ഇതെല്ലാം പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഉത്തരം അറിയാവുന്നതോ പറയാവുന്നതോ അല്ല. ഞാൻ പിഷുവിനോട് ഞാൻ പറഞ്ഞു തീർന്നില്ല. ഉത്തരം പറയാറില്ല, അല്ലെങ്കിൽ അറിഞ്ഞ നടന്നത് തെറ്റാണ്. അത് നടന്നത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു. ഇവിടെ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് അത് ശ്രദ്ധിക്ക് മേടിച്ചു, എന്തുകൊണ്ട് ബാബുരാജ് പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ ഇവര് നമ്മുടെ കഴിഞ്ഞ കമ്മിറ്റിയെ പറ്റി ഇതുപോലൊരു 15 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമ്മളല്ല, കമ്മിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന അൻസിബയും പൊതുസമൂഹത്തോട് എന്തുകൊണ്ട് അൻസിബയെ മാറ്റി, എന്തുകൊണ്ട് ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തു? അല്ല അപ്പൊ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് അൻസിബയും മാല പാർവതി ചേച്ചീനെയും മറ്റേ ഇപ്പൊ ലക്ഷ്മിപ്രിയ എന്തായാലും അമ്മേന്ന് പുറത്തുപോയി, അവള് റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വന്നു മെയിൽ കണ്ടു, നമ്മൾ മെയിൽ കണ്ടു. ലക്ഷ്മിപ്രിയന്റെ ഓൾറെഡി മെയിൽ വന്നു കഴിഞ്ഞു. എനിക്ക് ഉപ്പു പരമേശ്വരൻ ഈനാപ്പേരക്കുറിപ്പും കൂടെ മിനിഞ്ഞാന്നിന്റെ തലേന്ന് ഓഫീസിൽ വന്ന വീഡിയോ എടുത്തോണ്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതിന്റെ വീഡിയോ? നമ്മുടെ ലക്ഷ്മിപ്രിയ നീനാക്കുറിപ്പിനെ കെട്ടിപ്പിടിക്കുന്ന വീഡിയോ. അത് അതന്നെ ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നടക്കുന്നത് പിഷു. എന്നിട്ട് എനിക്ക് ലക്ഷ്മിപ്രിയ എന്നെ വിളിച്ചിട്ട് നമ്മുടെ ഓഫീസിന്റെ വീഡിയോ എങ്ങനെ ലീക്ക് ആയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഇവർ ഇതുവരെ പാസ്വേഡോ താക്കോലോ ഒന്നും 11 ദിവസമായിട്ട് തന്നില്ല. ഞാൻ കുക്കുവിനെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി സൗഹൃദമൊക്കെ ശരിയാണ്, നിങ്ങൾ നമ്മൾക്ക് ഈ സാധനങ്ങൾ തന്നില്ലെങ്കിൽ അത് ഭീകരമായ കുഴപ്പമാണ്. നിങ്ങൾ നമുക്ക് എല്ലാ സാധനങ്ങളും എന്നോട് ഷെയർ പറഞ്ഞു. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എല്ലാം കുക്കുവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു പറ്റില്ല, ഞാൻ എഴുതിയിട്ട് തരുള്ളൂ. ഞാൻ താക്കോലും ക്യാമറയുടെ പാസ്വേഡും 2 ദിവസത്തിനകം തന്നില്ലെങ്കിൽ വേറെ വഴി നോക്കുന്നു പറഞ്ഞിട്ടാണ് നാളെ തരുമെന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പോ 2 കാര്യം പറയാം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റും? ബിക്കോസ് നമ്മൾ പറയും നമ്മുടെ, അപ്പൊ ഞാൻ എന്റെ തലയിൽ എന്തായാലും എടുക്കൂല. നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ സമയത്ത് കണക്കിന് കുഴപ്പമില്ലാതാണ് നിരപരാധിത്വം. അല്ല, അതുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തുള്ള മറ്റേ കണക്കാണല്ലോ നമ്മൾ തെളിയിക്കേണ്ടത്. നമുക്ക് നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾക്ക് April 1 തൊട്ടിട്ട് March 31 വരയ്ക്കുള്ള കണക്ക്, അല്ലാതെ നമ്മൾ ജൂൺ 20 ആ കണക്കിൽ കുഴപ്പങ്ങളില്ലല്ലേ നിങ്ങൾ പറഞ്ഞ? കുഴപ്പങ്ങളില്ലെങ്കിൽ നിങ്ങൾ നിരപരാധിയാണല്ലോ. അല്ലല്ല, നമ്മളുടെ കണക്കിലല്ല ഞാൻ പറഞ്ഞത്. ബാബുരാജ് ഏട്ടന്റെ കണക്കിൽ ഒരുപാട് കുറ്റങ്ങളുണ്ട്. നമ്മൾ ഫോറൻസിക് ഇന്റർണൽ ഓഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ആരും ചെയ്യാൻ സമ്മതിക്കാത്തത്? നമ്മൾ ഇപ്പോഴും പറയാണ്
ഇത് കഴിഞ്ഞ ഓഡിറ്റ് പാസ്സായി പോയി കഴിഞ്ഞ ഓഡിറ്റാണ്. ഇനി ഒരു കമ്മിറ്റിക്കാണ് അത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, കമ്മിറ്റിക്ക് അല്ല, ബാബുരാജ് ഏട്ടൻ അത് മറ്റേ മിനിറ്റ്സിൽ എഴുതി തരണം. എന്തുകൊണ്ട് മറ്റേ കുക്കു പറഞ്ഞത് ബാബുരാജ് ഏട്ടനോട് ചോദിച്ചപ്പോ ബാബുരാജ് ഏട്ടൻ പറഞ്ഞു ഞാൻ എഴുതി തരില്ല എന്ന്. നമ്മുടെ പ്രീവിയസ് ഈ ജൂൺ 22 2025 അല്ലേ ജനറൽ ബോഡി നടന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ ഓഗസ്റ്റ് 15 ഇലക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് ബാബുരാജ് ഏട്ടൻ അവിടെ ഓൾറെഡി ഒരു വർഷമായിട്ട് അവർ ഇരിക്കുന്നുണ്ടായിരുന്നത് എഡോക്കായിട്ട്. അപ്പൊ എന്തുകൊണ്ട് ആ റൂള് എന്തുകൊണ്ട് നമുക്കും അതന്നെ ഇതെല്ലാം അടുത്തത് ഇലക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരുത്തിയാൽ മതിയിരുന്നു. അതൊക്കെ അന്ന് കഴിഞ്ഞു പോയില്ലേ? അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, അങ്ങനെ അന്ന് അവര് ചെയ്തു, സംഘടന ചെയ്തു. അങ്ങനെ ചെയ്യാൻ പാടില്ല. അഡോക്ക് കമ്മിറ്റി ഒരു പോളിസി ഉണ്ടാക്കാൻ. അല്ല അഡോക്ക് അല്ലല്ലോ, ഞാൻ പിഷുവിന്റെ മോഡിലല്ല പറയുന്നത്. പിഷു അല്ല, ഞാൻ പറയാ നിങ്ങൾ ചെയ്തത് ചെയ്തു എന്നുള്ളത് എനിക്കും അറിയാന്നേ. എനിക്കും അറിയാം അഡോക്ക് കമ്മിറ്റിക്ക് ഒരു പോളിസി ഉണ്ടാക്കാൻ പറ്റില്ല. ബേസിക്കലി എനിക്കും എൻ്റെ കുറച്ച് കമ്മിറ്റി മെമ്പേഴ്സ് അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, നിരപരാധിത്വം തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അല്ലേ? അല്ല, നിങ്ങൾക്ക് കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പറ്റില്ല. ഓക്കെ അപ്പൊ പിന്നെ കഴിഞ്ഞില്ലേ? ഇതിന് സാങ്കേതികമായിട്ടുള്ള പ്രശ്നം എന്റെ അറിവിൽ ഞാൻ എഴുതിയ ഒരു പരീക്ഷ എന്താണ്? ഹലോ നിങ്ങൾക്കെതിരെ ആരോപണം കേട്ടില്ല. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. ഞാൻ എഴുതിയ ഒരു പരീക്ഷയുടെ പേപ്പർ ഞാൻ തന്നെ നോക്കാൻ പാടില്ലല്ലോ. അപ്പം നിങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായി കഴിയുമ്പോ അത് ഞങ്ങള് തന്നെ അന്വേഷിച്ച് തെളിയിക്കാന്ന് പറയുന്ന പോലെയാണ് പൊതുജന അല്ലെ കമ്മിറ്റി തന്നെ എടുക്കുള്ളൂ. ഇതിന്റെ ഒരു നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ 11th സ്റ്റാൻഡേർഡിന്റെ എക്സാമിൽ ഞാൻ ഇംഗ്ലീഷിൽ എനിക്ക് 23 മാർക്സാണ് കിട്ടിയത്, ഫെയിൽ. ഞാൻ സെൻട്രൽ സ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. 23 മാർക്സ്. ഓക്കെ. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു അത് ഒരു കാരണവശാലും ശ്വേതയ്ക്ക് 23 മാർക്സ് ഉണ്ടാവില്ല. ഓക്കെ, എന്തായാലും 35ന്റെ മുകളിലേ ഉണ്ടാവുള്ളൂ, 36 ആവും, പക്ഷെ ഒരു കാരണവശാലും ഫെയിൽ ആവില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ CBSE കേസ് കൊടുത്തു. ഓക്കെ, നമ്മൾ റീവാലുവേഷൻ ഇട്ടപ്പോൾ നിങ്ങൾക്ക് പണ്ടത്തെ ആൾക്കാർ 7 എങ്ങനെ എഴുതാറുണ്ടായെന്ന് അറിയില്ലേ? ഒരു 7 എഴുതാ, പിന്നെ അതിന്റെ സെന്ററിൽ ഒരു ലൈൻ ഇല്ലേ? അത് പ്രിന്റിംഗിന് വന്നപ്പോ അത് 2 ആയിട്ടാ വന്നത്. 73 ആണ് മാർക്സ്, പക്ഷെ പ്രിന്റിംഗിന്റെ ക്വാളിറ്റീന്റെ ഇതില് വന്നപ്പോ 2 ആയിപ്പോയി. റീവാലുവേഷൻ ചെയ്തു. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് റീവാലുവേഷൻ നിങ്ങളുടെ അഡോക്ക് ആൾക്കാർ തന്നെ ഇരുന്നോട്ടെ, നമ്മളൊന്നും ചെയ്യില്ല. നിങ്ങൾ പറഞ്ഞത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കിന്റെ കാര്യമാണ്. അതന്നെ, ആ ക്ലറിക്കൽ മിസ്റ്റേക്ക് അല്ല. ഇപ്പൊ നമ്മളുടെ കമ്മിറ്റിയിൽ 3 കാര്യങ്ങൾ ആ ദിവസം പറയുന്നത് ശരി കേൾക്കുന്നില്ല. ഒരു ശ്വേതയുടെ പേപ്പർ നോക്കിയ ടീച്ചർ ഉണ്ടല്ലോ, ഹലോ, ആ ടീച്ചർ നോക്കുന്നത് ഞാൻ പറഞ്ഞത് കേട്ടോ, ആ ടീച്ചർ പേപ്പർ നോക്കിയത് ശരിയല്ല എന്ന് ശ്വേതയുടെ അച്ഛനും സ്കൂളും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമത് നോക്കാൻ അതേ ടീച്ചറെ അല്ലല്ലോ ഏൽപ്പിക്കുക, ഒരാളെയല്ലേ ഏൽപ്പിക്കുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യം സ്കൂളിലും ടീച്ചറിനോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഒരു കാരണവശാലും ഇങ്ങനെ ശ്വേതയ്ക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അവരുടെ ലെറ്ററും എൻ്റെ അച്ഛൻ്റെ ലെറ്ററും എൻ്റെ പ്രിൻസിപ്പളുടെ ലെറ്ററും വെച്ചിട്ട് നമ്മൾ അത് CBSE ഡൽഹിയിലാണ്, ബിക്കോസ് അറിയാലോ. അതെ, ഞാൻ അത് തന്നെ പറയുന്നേ. അപ്പൊ എന്റെ പ്രശ്നത്തിൽ നമ്മൾ ആ പേപ്പർ നോക്കി അതേ ടീച്ചറെ കൊണ്ട് നോക്കിയിരിക്കുമോ? അല്ല, നമ്മളുടെ അങ്ങനെ CBSE ടീച്ചർ അല്ലല്ലോ, അതേ ടീച്ചർ തന്നെയാണ് നോക്കിയത്. ഡൽഹിയിൽ ആരാ നോക്കിയത്? അവര് നോക്കി. അതേ ടീച്ചർ തന്നെ ആയിരിക്കില്ലല്ലോ, അവര് നോക്കി എന്റെ കംപ്ലൈന്റിലാണല്ലോ ഇത് വരുന്നത്. ഇപ്പോ എനിക്കെതിരെ ഒരു കേസ് വന്നിട്ട് ഞാൻ തന്നെ ഈ കേസിനകത്ത് എന്റെ അറിവാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിനകത്ത് നിങ്ങൾക്കിടെ കണക്കിൽ വിശ്വാസം ഇല്ലാന്നാണല്ലോ എന്ന് നിങ്ങൾ 45 ദിവസം പോലും ഇവരാരും അനുവദിച്ചു തന്നില്ല. ഇവരാരുമല്ല. ഈ 9 ആൾക്കാർ ഗണേശ് ഏട്ടന്റെ മുകളിൽ അറ്റാക്ക് ചെയ്യാനുള്ള സിദ്ദിഖ് അവിടെ പോയിട്ട് ഗണേശ് ഏട്ടന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചു എന്നുള്ള ഒരു കമ്മിറ്റി, ഒരു മറ്റേ ഈ 9-10 ആൾക്കാരാണ് ഇതെല്ലാം നടത്തിയത്, അല്ലാതെ ബാക്കി ആരുമല്ല.
ഒരാളും അല്ല, ഈ 9-10 ആൾക്കാര്. അപ്പൊ ഈ 9-10 ആൾക്കാർ ഇത് നടത്തിയപ്പോഴും അത്രയും മറ്റേ ജനം അവിടെ കണ്ടോട്ട് ഇപ്പൊ നിലവിൽ 9-10 പേരാണ് നടത്തിയെന്ന് പറഞ്ഞാലും ഈ ജനറൽ ബോഡി ചെയ്തു എന്നുള്ളതല്ലേ പബ്ലിക്കായിട്ട് വരുന്നത്. പബ്ലിക് അല്ലല്ലോ പിഷു, ഞാൻ എന്റെ മെമ്പേഴ്സിന് മുമ്പിലത്തെ കാര്യ പറയുന്നത് പിഷു. അത് പിഷു എനിക്ക് ഞാൻ പിഷുവിനോട് അല്ലല്ല അങ്ങനെ അതല്ല എനിക്ക് വേണ്ടത് പിഷു. എനിക്ക് എന്റെ മെമ്പേഴ്സിന് മുമ്പിലല്ല ഇതെല്ലാം പബ്ലിക്ലി പറഞ്ഞത്. നമ്മുടെ കുറച്ച് മെമ്പേഴ്സ് അവരുടെ മുകളിൽ എന്ത് നിലപാട് എടുക്കുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളുടെ മെമ്പേഴ്സ് പബ്ലിക്ലി പോയിട്ട് അയ്യോ ഞാൻ അതല്ല പറഞ്ഞത്. നമ്മുടെ ഈ സിറ്റിക്ക് 9 പേരൂടെയാണ് നിങ്ങളെ രാജിവെപ്പിച്ചതെന്ന് പറഞ്ഞാലും ടെക്നിക്കലി അത് ജനറൽ ബോഡി ചെയ്തു എന്നല്ലേ വരുള്ളൂ. അപ്പോ ബേസിക്കലി നിരപരാധിത്വം അമ്മ അസോസിയേഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ റെഡിയല്ല. ഞാൻ പറയുന്നത് നിരപരാധിത്വം കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നമ്മുടെ അഡ്വക്കറ്റ് കമ്മിറ്റി ഉണ്ടല്ലോ. ഹലോ പറയൂ. നമ്മുടെ അഡ്വക്കറ്റ് കമ്മിറ്റി ഇപ്പൊ കൂടുന്നെടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇത്ര മാസത്തെ കൃത്യമായ ഒരു കണക്ക് നമ്മുടെ മുന്നിട്ട് തന്നിട്ട് ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് പറ. നമ്മൾ നോക്കുമ്പോ അതിനകത്ത് ഒരു കുഴപ്പമില്ല. ജനങ്ങളെയും നമ്മുടെ അംഗങ്ങളെയും നിങ്ങളോടും ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കണക്കിലില്ല എന്ന് പറയേണ്ടുന്നത് നമ്മളല്ലേ. നിങ്ങളുടെ അഡ്വോക്കിൽ ഇരിക്കുന്ന മറ്റേ സാദിഖയും സുരേഷ് കൃഷ്ണയും അന്ന് നമുക്ക് തീരെ വിശ്വാസമില്ല. ബിക്കോസ് അത് ബാബുരാജ് ഏട്ടന്റെ ആണ്. അന്ന് കള്ളു കുടിച്ചിട്ട് ആണ് ആ ദിവസം ഉണ്ടായിരുന്നത്. അല്ല ഞാൻ അവിടെ ഇരിക്കുമല്ലേ, ഞാൻ അവിടെ ഇരിക്കുന്നത് ഇതിനൊന്നും പ്രസക്തി ഇല്ലല്ലോ. ഞാൻ ഇതിനകത്ത് അപ്പൊ കണക്ക് നമ്മളോട് രഞ്ജിത്ത് പറഞ്ഞു കണക്ക് തരില്ലാന്ന്. രഞ്ജിത്തിന് വേണ്ട ഇൻപുട്ട് ആണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. പിഷു നമ്മൾ I'm telling you, ഞാനാണ് രഞ്ജിത്തിന് അമ്മ അസോസിയേഷൻ ഞാനും ജയസൂര്യാണ് കൊടുത്തത്. ടുഡേ ഐ ആം സോ അപ്സെറ്റ്. വന്നപ്പോഴേ ആ കേസ് ഉണ്ടായിരുന്നു. ഹി വാസ് ഇൻ ദ ജയിൽ. അന്ന് ജോയ് ഏട്ടൻ പറഞ്ഞതാണ് ലെറ്റ്സ് ത്രോ ഹിം ഔട്ട്, ലെറ്റ്സ് ഗെറ്റ് എ ന്യൂ CA. മനസ്സിലായോ? അന്ന് ഇതേ ഉണ്ണീഷ് നമ്മൾ അയാളെ മാറ്റിയാൽ നമ്മൾ ഭയങ്കര കുറ്റക്കാരനായി പോകുന്നത് അത് വലിയ പ്രശ്നമാവും. ഇത് കഴിഞ്ഞിട്ട് അയാളെ മാറ്റാവുള്ളൂ. നിയമപ്രകാരം നമ്മൾ ഇപ്പൊ മാറ്റാൻ അല്ലല്ല, ഇപ്പൊ മാറ്റാനല്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മളുടെ കണക്ക് തന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ക് തന്നാലല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ല, നിങ്ങൾ കണക്ക് കൊടുക്കുകയല്ലേ വേണ്ടത്. അല്ല അതന്നെ, എന്താണ് ആൾക്ക് വേണ്ടത് ചോദിച്ചാലല്ലേ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. ശരി, ഞാൻ എന്തോ കേട്ടില്ല. ഹലോ, ആ ആൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട്? നമ്മൾ സെപ്റ്റംബർ 1 തൊട്ട് മാർച്ച് 31 കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അയാൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട് എന്നുള്ളത് നാളത്തെ കമ്മിറ്റി കഴിയുമ്പോൾ ഇയാളെ ചോദിക്കണം. അത് നമ്മൾ ചോദിക്കും. അതിന് ഉത്തരം വരുന്നതോടുകൂടി ഇത് നിരപരാധി അല്ല ആളെ നിങ്ങൾ നാളെ വിളിക്കൂ. നമ്മളെല്ലാരും വരാം ഒരുമിച്ച്. എല്ലാരും വരാം, ഫുൾ കമ്മിറ്റി വരാം. ഞാനിപ്പോ അയാളോട് ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും വിളിച്ച് ഇതിന്റെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവർ തരണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബില്ല് കിട്ടാനുണ്ടെങ്കിൽ ആ ബില്ലുകൾ മേടിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പേപ്പർ കിട്ടാനുണ്ടെങ്കിൽ ആ പേപ്പറുകൾ മേടിക്കണം. ഇതൊക്കെ മേടിക്കാതെ ഇനി ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചോദ്യത്തിന്റെ ഉത്തരം തന്നില്ലെങ്കിൽ അത് തന്നില്ല എന്ന് പറയണം. നമുക്ക് ഇത്ര രൂപയുണ്ട്, ഇന്ന സാധനം നമ്മുടെ ഇല്ല എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഓക്സിജൻകാര് 8-10 മൊബൈൽ ഒരു ലാപ്ടോപ്പും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മേടിച്ച് അമ്മയുടെ ഓഫീസിൽ കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു അഡ്വ കമ്മിറ്റിയുടെ ഒരാൾ. ഞാൻ പറഞ്ഞു ഇത് മേടിച്ച് അമ്മയുടെ ഓഫീസിൽ കൊണ്ടുവെക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ അല്ല, അതൊക്കെ പോലീസിന്റെ പണിയാണ്. വേണമെങ്കിൽ ഉണ്ണീഷ് രൂപ പോക്കറ്റ് മൊബൈൽ ഇട്ട് ലണ്ടനിലാണ് ഫോർ എക്സാമ്പിൾ. ഇവൻ ഈ മൊബൈൽ എങ്ങനെ തനിക്ക് തരും? നിങ്ങൾ എങ്ങനെ ഇത് മേടിച്ച് അമ്മയുടെ ഓഫീസിൽ കൊണ്ടുവെക്കും? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 8 മൊബൈൽ അമ്മയ്ക്ക് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇന്ന ആളുകൾ ഇത് തിരിച്ചു തന്നു, ഇന്ന ആളുകൾ തന്നിട്ടില്ല എന്ന് ജനറൽ ബോഡിയോട് പറയുന്നതല്ലാതെ ഈ തരാത്തവന്റെ വീട്ടിൽ പോയി ഫോൺ കണക്ട് ചെയ്യുന്നത് വരാനൊന്നും നമുക്ക് പറ്റത്തില്ല. അതേ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഈ CA കാരനോട് പറഞ്ഞു, നിങ്ങൾക്ക് കഴിഞ്ഞ കണക്ക് ഇവിടെ കൊടുക്കാൻ പറ്റാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കി നിങ്ങൾ കഴിഞ്ഞ കമ്മിറ്റിയിലുള്ള അംഗങ്ങളോട് എന്തെങ്കിലും ബില്ലോ ക്ലാരിഫിക്കേഷൻസോ വേണമെങ്കിൽ അത് മേടിച്ച് ആ കണക്ക് കറക്റ്റാക്കി തരിക. അല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഉണ്ണീഷ് ഇപ്പാല് മറ്റേ ഈ ലാപ്ടോപ്പും ഫോണും തന്നു എന്ന് പറഞ്ഞു.
ഫോൺ എന്തോ അമ്മ ഫോൺ കൊടുത്ത് തിരിച്ചു, അമ്മ ഫോണും ലാപ്ടോപ്പും തിരിച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. മറ്റേ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ഞങ്ങൾക്ക് അവിടെ പാസ്പോർട്ട് താക്കോലും പോലും കിട്ടിയിട്ടില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് അതിന്റെ ഓഫീസിൽ കുക്കുപരം വെച്ചിട്ട് മുറിയുടെ താക്കോല് പോലും കിട്ടിയില്ല. ഈ ബാങ്കിന്റെ ഇതൊന്നും മാറാൻ സീലടിക്കാൻ വേണ്ടിട്ട് ആ സീല് കിട്ടിയിട്ടില്ല. അല്ല, നമ്മൾ കൈനീട്ടെല്ലാം അയച്ചു കഴിഞ്ഞു, കൈനീട്ടെല്ലാം അയച്ചു കഴിഞ്ഞു പിഷു, കൈനീട്ടം അയച്ചു കഴിഞ്ഞു. ഞാൻ അത് തന്നെയാ പറഞ്ഞത്. അപ്പൊ ഇവര് ഈ ഫോൺ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഈ ഒരാളെന്ന് പറഞ്ഞാൽ ഇതേ അല്ല, ഈ ഒരാളെന്ന് പറഞ്ഞാൽ സുരേഷ് കൃഷ്ണയും സാധിക്കല്ലേ? അല്ല 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 നിങ്ങൾക്ക് സീല് മേടിക്കാൻ പറ്റിയിട്ടില്ല. ആ നിങ്ങൾ ഒരു വൈഫൈയുടെ പാസ്വേഡ് മേടിക്കാൻ പറ്റാത്ത നിങ്ങളാണോ ഈ കണ്ണൂരോ കോഴിക്കോടോ ദുബായിലോ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കാൻ പോകുന്നതെന്ന് തന്നെ ഞാൻ ചോദിച്ചു. ദൈവത്തിനാണ് സത്യം. ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഗണേശ് ചേട്ടനുമായിട്ട് വഴക്കായി. ഷാറിന്റെ ഇഷ്ടത്തിന് ചെയ്യാനാണെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ 4 തവണ MLA, 1 തവണ മിനിസ്റ്ററുമാണ്, നിങ്ങൾ ഇപ്പൊ ആയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ചൂടായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചേട്ടൻ തോന്നുന്നുണ്ടോ ഫോൺ ഉണ്ണി? ഞാനൊരു എക്സാമ്പിൾ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഉണ്ണി ശിവപാൽ ഫോൺ വിട്ട് ലണ്ടനിൽ നിൽക്കൊണ്ട് നിങ്ങൾ എങ്ങനെ എടുക്കൂന്ന്. അപ്പോ നമുക്ക് ഈ CA-കാരന്റെ അടുത്ത് നിങ്ങൾ വേണ്ട ഇൻപുട്സ് കൊടുത്തിട്ട് നിങ്ങളുടെ ഭരണകാലത്ത് ഒരു അഴിമതിയും ഉണ്ടായിട്ടില്ല, ഇതേ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു കുഴപ്പമില്ല എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ വരാൻ നോക്കി 4 പോകും. അതായത് ഇത് നിങ്ങൾ പോയതല്ലേ, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതല്ലേ, നിങ്ങൾ അന്ന് നിങ്ങൾക്ക് സമയം കിട്ടിയപ്പോ ചെയ്തില്ലല്ലോ, നിങ്ങൾ പിന്നെ എന്താണ് നിങ്ങളും പറഞ്ഞിട്ട് ഇത് ആവശ്യമില്ലാത്ത സാധനമാവും. നിങ്ങളൊന്നും 10 പൈസ കട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഇല്ലാത്തത് കൊണ്ട് അത് നിസ്സാരമല്ലേ, ആ കണക്ക് ശരിയാവുമല്ലോ. അത് ഞാൻ പറഞ്ഞാൽ പോലെ നാട്ടുകാരോട്. ഞാൻ അന്ന് പറയുന്ന ദിവസം നിങ്ങൾക്കും കൂടെ വരണമെങ്കിൽ നിങ്ങളും വരൂ. അതിനെന്താ കുഴപ്പം? നമ്മൾ എന്തെങ്കിലും പത്രസമ്മേളനം, ഞങ്ങൾ ഇത്ര ദിവസമായിട്ട് ഒരു പത്രസമ്മേളനം പോലും വിളിക്കാത്ത എന്താണ്? നിങ്ങൾ ഇതേ പറഞ്ഞ കാരണം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം. ആരും തമ്മിൽ ഒരു ശത്രുതയും നമുക്കില്ല. നമുക്ക് നന്നായിട്ട് പോകണമെന്നുള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ രാജിവെച്ച് പേപ്പർ കൊടുത്തില്ലെങ്കിലും പൊതുമാധ്യമങ്ങളോട് ഉൾപ്പെടെ രാജിവെച്ച് പോയ ഒരാള് തിരിച്ചു വന്നിട്ട് നിങ്ങൾ കണക്ക് കൊടുത്തില്ല എന്ന വിഷയത്തിന്മേൽ രാജിവെച്ചു എന്ന് പറയുമ്പോൾ ആ കണക്ക് ഞങ്ങൾക്ക് തന്നെ നോക്കണം, ഞങ്ങൾ തന്നെ ശരിയാക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്ത നാട്ടുകാർ സമ്മതിക്കില്ല. എന്റെ കാരണം എന്താണെന്നറിയാമോ? ദിലീപിനെ കോടതി വെറുതെ വിട്ടു, എന്നിട്ട് നാട്ടുകാർ സമ്മതിക്കുന്നുണ്ടോ? നാട്ടുകാർ. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വന്ന് നിങ്ങളിത് ശരിയാക്കി കഴിഞ്ഞാൽ അത് അവര് തന്നെ എല്ലാം കള്ളക്കണക്ക് ഉണ്ടാക്കി ശരിയാക്കി എന്നുള്ള പേര് നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ ശരിക്കും സ്ട്രാറ്റജിക്കലി നിങ്ങൾ അകത്ത് വന്ന് കണക്ക് ശരിയാക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിയല്ല എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഇതിനകത്ത് നിന്ന് കണക്ക് ശരിയാക്കുക. അവർക്കാണോ പാട്? അവര് വന്ന് അവരുടെ CA-കാരന് കള്ളതിലുണ്ടാക്കിയത് മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മറ്റു 4 പേര് നോക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നതല്ലേ അതിനേക്കാളും പവർഫുൾ എന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾ വന്ന് ചെയ്താൽ നമ്മുടെ കമ്മിറ്റിക്കാർ പോലും സമ്മതിക്കില്ല. ഇവരത് ചെയ്തു, ഇവര് തന്നെ കള്ളക്കണക്കുണ്ടാക്കി ഈ കണക്കൊക്കെ തട്ടിച്ചു എന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞുകൂടെ? ഇതിനകത്തൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പല്ലേ? 2 million times. സാർ, പിന്നെ നമുക്ക് എന്താ, നമ്മളവിടെ ഇരിക്കുള്ളൂ. നമുക്കത് ബിക്കോസ് ഈ സൈൻ ചെയ്ത, ഞാൻ പറയട്ടെ, ഈ ജനറൽ ബോഡിയിൽ മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തത്. ഓക്കെ, അത് മിനിറ്റ്സിൽ. പക്ഷെ ഞാൻ മിനിറ്റ്സിലൊന്നും സൈൻ ചെയ്തിട്ടില്ല പിഷു. ഞാൻ മിനിറ്റ്സ് വായിച്ചു കേട്ടാൽ മാത്രമേ ഞാൻ സൈൻ ചെയ്യുള്ളൂ. എനിക്ക് കുക്കുവിന്റെ മിനിറ്റ്സിന് വിശ്വാസമില്ല. ഓക്കെ, ഞാൻ അല്ല പിഷു, ബിക്കോസ് ഞാൻ ഉന്നയിച്ച ഒരുപാട് കാര്യം ഫസ്റ്റ് മീറ്റിംഗിൽ അൻസിബ പറഞ്ഞ തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം കമ്മിറ്റി എല്ലാവരും വരാൻ റെഡിയാണ്. ഫുൾ കമ്മിറ്റി ഇൻക്ലൂഡിങ് ജയേട്ടൻ എല്ലാവരും. ബിക്കോസ് നമ്മളെ ക്രൂശിച്ച ഒരു രീതി ഈ 9-10 ആൾക്കാരുണ്ടല്ലോ, അത് വേറെ. ബിക്കോസ് ഞാൻ എന്തായാലും ഈ ഇപ്പൊ പിഷു പറഞ്ഞ കാര്യം എന്തായാലും ഞാൻ എൻ്റെ കമ്മിറ്റി മെമ്പേഴ്സിനോട് പറയും. ഓക്കെ, ബിക്കോസ് എനിക്ക് ഇത് അല്ല, ഇപ്പൊ ഈ കണക്കിന്റെ കാര്യം തന്നെ നിങ്ങൾ എന്താ അല്ലല്ല, ബാക്കിയൊന്നും പറയില്ല ഞാൻ. എനിക്ക് അത്ര അത് പറയും. ഇതാണ് പിഷു പറഞ്ഞത്. നാളെ എന്തായാലും നമ്മളെന്താണെന്ന് പ്ലാൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾ തന്നെ വന്ന് കണക്ക് ശരിയാക്കി എല്ലാം പറഞ്ഞു നാട്ടുകാർ ഒറ്റ വരി കള്ളക്കണക്കാന്ന് പറയും. അല്ല, പക്ഷേ പിഷു ഞാൻ ഇപ്പോഴും അമ്മ അസോസിയേഷനിൽ ഒരു മെയിൽ അയക്കാൻ പോവാണ്. ഫോറൻസിക് ഇന്റേണൽ ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും പിഷു എന്താ പറയുക കള്ളത്തരം മനസ്സിലാവില്ല.
ഒരുപാട് അഴിമതികൾ നടന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ പിഷു ഏതെങ്കിലും, എനിക്കറിയാം ഇപ്പം നല്ല ബിസിയാണ്, ഞാനൊരു 5 ക്ലയൻസിനെ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇവർ ക്യാഷ് കൊടുത്ത കാര്യം ക്യാഷ് നടത്തി നീ ക്ലയന്റ് പബ്ലിക്കായിട്ട് പറയൂല ശ്വേതേ. പബ്ലിക്ലി അല്ല, ഞാൻ പിഷുവിനോട് പറയാണ്, അത് കറക്റ്റ് ആണ്. അല്ല, അത് എനിക്കറിയാലോ. ഇത് ഞാൻ പറയുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? 2 ലക്ഷത്തിന് മേളിൽ ഒരാൾ ക്യാഷ് കൊടുത്തു ഒരിക്കലും ഒരു മറ്റൊരാളോ സമ്മതിക്കില്ല. പക്ഷെ 2 ലക്ഷനെ കൊടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. 2 ലക്ഷം 3 ലക്ഷം കൊടുത്തിട്ട് 1 ലക്ഷം അവനത് പറയില്ല. അല്ല, അത് അറിയാം. അമ്മയിൽ പലതും ബാർട്ടർ സമ്പ്രദായമായിരുന്നു. നിങ്ങൾ ഒരു സൗകര്യം അമ്മയിൽ വെച്ച് ഒരെണ്ണം എന്റെ വീട്ടിൽ വെച്ചു. ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? അതന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ചെയ്തിട്ടുണ്ടെന്ന്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിൽ നടത്തിയിട്ടുണ്ട്. നടത്താൻ കഴിവുള്ളതും കമ്മീഷൻ മേടിച്ചിട്ടും അല്ലാതെ ഇല്ലാതെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു വിഷയം, നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ ഒന്ന് കണക്കന്വേഷിച്ചാൽ ഇതിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതിനകത്ത് വരും. ഇപ്പൊ ഡോക്ടർ റോണി വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനി GST തന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എക്സ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട മരുന്നുകൾക്ക് പ്രിസ്ക്രിപ്ഷനിലുള്ള ആളുടെ പേരിൽ മാത്രമേ ബില്ലടിക്കാവൂ. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള മരുന്നുകൾക്ക് ബില്ല് അമ്മയുടെ പേരിൽ അടിക്കാൻ പാടില്ല. 1. 2, ചാരിറ്റി ചെയ്തതിന് GST ക്ലെയിം ചെയ്യാൻ പാടില്ല. ഇപ്പം റോണി എന്ന് പറയുന്ന ആള് പറഞ്ഞ വാദം ഇവിടെ പ്രശ്നമാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. വിഷ്ണുവിന്റെ കമ്പനി GST തന്നില്ലെന്ന് റോണി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു ദിവസം എന്നോടും പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു. അവര് പറഞ്ഞു, സാർ നമ്മൾ GST കൊടുക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ മരുന്നുകൾ, സാധനങ്ങൾ, ഇതിന് പ്രിസ്ക്രിപ്ഷൻ ഉള്ള അയാളുടെ പേരിൽ ഞങ്ങൾ ബില്ല് ജനറേറ്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് GST കൊടുക്കാൻ പറ്റുള്ളൂ. ചാരിറ്റബിൾ സംഘടന GST എടുക്കാൻ പാടില്ല. ഇപ്പൊ റോണി പറഞ്ഞ ഒരു സാധനം മാറിയില്ലേ? ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നമ്മളിപ്പോ പറയുന്നത്, അതായത് ശ്വേത ഇപ്പം അല്ല, ഒരു മിനിറ്റ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ CA പറഞ്ഞത് ഓരോ കാര്യത്തിനും നമ്മൾ GSTയും TDSും ചെയ്യണം എന്ന്? അവനും ഇത് അറിയത്തില്ലായിരിക്കും. അതാണ്. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മള് കേട്ടോ, ഇപ്പോ ശ്വേത ടിനി ഞാൻ ഈ ടിനിക്ക് വേണ്ടി അൻസിബയോടും ടിനിയുടെ വക്കീലോടും ടിനിയോടും സംസാരിച്ച സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം നന്നായേനെ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. അൻസിബയും ടിനിയും തമ്മിലുള്ള വഴക്കിൽ ബാക്കി എല്ലാ കേസും അൻസിബ ഫൈൽ ഇല്ല കേസ്. എന്നിട്ട് ഈ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞു എന്നൊരൊറ്റ കാര്യം കൊണ്ട് അൻസിബ ഫയൽ ചെയ്തില്ല. അവസാനം നാളെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള ദിവസമായി വക്കീല്. കേൾക്കുന്നുണ്ടോ? അങ്ങനെ വക്കീലിന്റെ ദിവസം ഞാൻ അൻസിബയുടെ വക്കീലിനെ വിളിച്ചു. പറഞ്ഞോന്നറിയില്ല. അൻസിബയുടെ വക്കീലിനെ വിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊരു ഓവർ ഹിയറിംഗ് കേസാണല്ലോ. നാളെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് ടിനിടോം ഇങ്ങനെ ഇത് ടിനിടോമിനെതിരെ തെളിവില്ല എന്നും പറഞ്ഞ് ഈ ടിനിടോമിനെ വെറുതെ വിട്ടാൽ അന്ന് ഈ അൻസിബ 4 കൂലിന്ന് ചോദിച്ചു. ഇയാൾ ഒറ്റ ഷൗട്ട് ചെയ്തു, നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് തോറ്റു പോകുമ്പോൾ നിങ്ങൾ എന്ത് ന്യായം വെച്ചാൽ ഐ ഹാവ് ദ പ്രൂഫ്, നിങ്ങൾക്ക് എന്ത് ലോ അറിയാം, അങ്ങനെ ഇങ്ങനെ കുറെ നേരം ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു കോർട്ടിലെ കേസ് എന്നുള്ള നിലയിൽ 1% ചാൻസ് ഉണ്ടാക്കി തരാൻ പറ്റുമല്ലേ നോക്കാൻ? അതുണ്ട്. ഞാൻ പറഞ്ഞു മതി, ആ 1% സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിച്ചു. ടിനി എന്നോട് ഒത്തുതീർപ്പാക്കണം എന്ന് കരഞ്ഞ് ടിനിയുടെ ഭാര്യ വിളിച്ച് കരഞ്ഞിട്ടാണ് ഞാൻ ടിനിയുടെ വക്കീലിനെ വിളിക്കുന്നത്. ടിനി കോൺകോളിലാണ്. ടിനിയുടെ വക്കീലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അൻസിബയുടെ വക്കീലിനോട് ഞാൻ സംസാരിച്ചു, ഇവർ ഒത്തുതീർപ്പാക്കാൻ റെഡിയാണ് പറഞ്ഞപ്പോ ടിനിയുടെ വക്കീൽ പറഞ്ഞു, അൻസിബ ഈ മേലാൽ എവിടെയും ടിനിടോമിനെ പറ്റി ഞാൻ അനാവശ്യം പറയില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണേ. അൻസിബ ടിനി മാപ്പ് പറയണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അൻസിബയോട് പറഞ്ഞു, ടിനി മാപ്പ് പറയില്ല, പറഞ്ഞ അവൻ ചെയ്തു എന്നായി പോകും. ഇത് അറിയാണ്ട് എനിക്ക്, കാരണം ടിനി പബ്ലിക്കായിട്ട് മാപ്പ് പറയണം എന്നോട് അൻസിബ പറഞ്ഞു. പിന്നെ അൻസിബയോട് പറഞ്ഞു, അൻസിബ അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ ചെയ്തു എന്ന അർത്ഥം. അങ്ങനെ ചെയ്തു എന്നാണെങ്കിൽ പിന്നെ അൻസിബയ്ക്ക് കേസില്ലെങ്കിൽ പോലും ഈ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താൻ നോക്കിയെന്നും പറഞ്ഞ് ആർക്കും വേണേ കേസെടുക്കാൻ പറ്റും ഇതിനെതിരെ, സ്വമേധയാ കേസെടുക്കാം. അപ്പൊ അതുകൊണ്ട് അവൻ അത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞ ഈ കഥ ടിനിക്കറിയാം. ഈ കഥ അറിയാവുന്ന ടിനിടോം ഇത്രയും ഒത്തുതീർപ്പാക്കണം പറഞ്ഞ ടിനിടോമിന്റെ വക്കീൽ പറയാം, അൻസിബ ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം, ഇത് ഞാൻ അൻസിബയോട് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ചെയ്യണ്ട. അൻസിബ പറഞ്ഞു, അങ്ങനെ കാര്യം ചെയ്യൂ ചേട്ടാ,
മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ അമ്മയുടെ സാന്നിധ്യത്തിൽ, അത് അതുപോലെ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ ഓഫീസിൽ വെച്ച് നമുക്കിത് ചെയ്തു തീർക്കാം, ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞു. അൻസിബ് പറഞ്ഞു ഒത്തുതീർപ്പാക്കാം. ഞാൻ നോക്കുമ്പോ മോഹൻലാൽ ജർമ്മനിയിൽ നമുക്ക് ചെന്നൈയിൽ വന്നു 2 ദിവസം ആകാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് വീണ്ടും ടൈമായി. കോടതി വിളിക്കുമല്ലോ ദിവസങ്ങളിൽ, ഫയൽ ചെയ്തിട്ടേക്കുമല്ലേ. അൻസിബ ഇന്നലെ കൊണ്ടുപോയി അതും കൂടെ കേസാക്കി. എന്നിട്ട് ഇനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതെന്താ നിങ്ങൾ അന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു, പിരിച്ചിട്ട് അന്ന് ഞാനത് എങ്ങനെയെങ്കിലും തീർക്കാൻ പോകുമ്പോ നിങ്ങളുടെ വക്കീലാണോ പറഞ്ഞ അൻസിബ എഴുതി ഒപ്പിട്ട് തന്നെ വന്നു. എവിടെയെങ്കിലും കൊണ്ടൊരു പേപ്പറിൽ ഞങ്ങൾക്ക് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയില്ല എന്ന് ഒപ്പിടുന്നതിന് പകരം ഈ വക്കീലന്മാർക്ക് സെലിബ്രിറ്റി കേസ് കിട്ടിയത് അവര് വിടില്ല, ആഘോഷിക്കും. ഇത് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു മാന്യത കൊണ്ടും സന്തോഷം കൊണ്ടും നിങ്ങൾ ടിനിയെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്ത ആളാണ്. നിങ്ങള് ഏതോ പറഞ്ഞിട്ടില്ലേ? ഇല്ല. അപ്പൊ ഇത് നീന കുറുപ്പ് ഇറക്കിയ ഒരു നീന കുറുപ്പ് ഇറക്കിയതാ. ഒരു കാരണവശാലും ഞാൻ ടിനി ടോമിനെ എതിരായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ടിനി ടോം എന്റെ വിഷയമേ അല്ല. അപ്പൊ എനിക്ക് കണ്ടല്ലോ അല്ല. അപ്പോ ഞാൻ പറയാം, ഞാനിത് ഒരു വശത്ത് ഞാനൊരു വശത്തുനിന്ന് ഷമീഖിനെ വിളിച്ചു. ലക്ഷ്മി പ്രിയ ഇന്നലെ എന്നെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞ പെണ്ണിന്റെ കൂട്ടത്തിൽ ദുബായി പോയ കഥയും മറ്റേതും മറിച്ചത് കേട്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കാൻ പോയി എന്നും പറഞ്ഞ് ലക്ഷ്മി പ്രിയ നിൽക്കുന്നു. അൻസിബ സംസാരിക്കും. ഞാൻ ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ നീക്കി പിടിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം വെച്ച് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് നിങ്ങളുടെ നിരപരാധിത്വം എന്ന് പറയുന്നത് നമ്മുടെ കമ്മിറ്റിയിലിരുന്ന് ഞങ്ങൾക്കൊരു കണക്കിലൊരു തെറ്റും കിട്ടാതിരുന്നിട്ട് അതിലൊരു തെറ്റുമില്ല എന്ന് ഞങ്ങൾ പറയുന്നിടത്താണ് നിങ്ങൾ പൂർണ്ണമായും നിരപരാധികളാവുന്നത്. നിങ്ങൾ തിരിച്ചു കയറി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഇവിടുത്തെ ആളുകൾ. ഇനി നിങ്ങൾ പറഞ്ഞ അഡ്വോ കമ്മിറ്റിക്ക് ഈ പറഞ്ഞ കഴിഞ്ഞ കമ്മിറ്റി ഈ കമ്മിറ്റിക്ക് എന്താ 2 നിയമം എന്നുള്ള ചോദ്യം വാലിഡാണ്. നിങ്ങളൊരു കോർട്ട് വഴി പോയാൽ അത് വാലിഡാണ്, 100% വാലിഡാണ്. എനിക്കൊരു സംശയമില്ല. പക്ഷെ നിങ്ങൾ കോർട്ട് വഴി പോയില്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിഷു ഇതെന്താ അറിയോ, ഞാനൊരു കാര്യം പറയട്ടെ പിഷു, എനിക്ക് അല്ല ഞാൻ ഒരു കാര്യം പറയാം. ഈ അമ്മ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കേ ഉള്ളൂ വികാരം, മനസ്സിലായോ? എനിക്കിതൊരു വികാരമാണ്. ഐ ആം വെരി പ്രൗഡ് ബിക്കോസ് സിൻറ്റ പോലെ ഒരു അസോസിയേഷൻ്റെ ഭാഗമാണ് ഞാൻ. എനിക്കറിയാം അവരൊരു കുന്തും ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇത്. പക്ഷെ ഓരോ ദിവസം ഈ പെൺകുട്ടി അമ്മ അസോസിയേഷൻ്റെ ഒരു മെമ്പറായ എന്നെ അപ്പോൾ ഞാൻ അമ്മ എന്നും പുറത്തായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അപ്പോൾ ശ്വേതയ്ക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു ഫ്രീഡം തന്നാൽ ഞാൻ ഇപ്പോൾ ഇറങ്ങാം ഈ രംഗത്ത്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് മിണ്ടായിരിക്കുന്നത്? ഈ എല്ലാ ദിവസം ഇതേ അല്ല, അത് പിഷു ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ഞാൻ ഇപ്പം ലാലേട്ടൻ റിസൈൻ ചെയ്തു എന്ന് എഴുതി തന്നിട്ടുണ്ട്, മനസ്സിലായോ? when he left as a from presidency. അപ്പൊ ഞാൻ ഇതുവരെയ്ക്കും തന്നിട്ടില്ല. എവിടെ തന്നു? ആർക്ക് കൊടുത്തു? ഞാൻ ഇതുവരെയ്ക്കും അല്ലാതെ എന്റെ കമ്മിറ്റിന്റെ ഒരു മെമ്പറും, എന്റെ കമ്മിറ്റി മെമ്പർ ആണെങ്കിലും ആരാണെങ്കിലും അപ്പൊ ആരും സൈൻ ചെയ്തിട്ടില്ല, ഒരാളും സൈൻ ചെയ്തിട്ടില്ല. ഈ സൈൻ ചെയ്യുന്ന ആൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒരു കാരണവശാലും എനിക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ ഒരു ഇത് ദാറ്റ് ഇത് നമ്മൾ സൈൻ ചെയ്ത് എല്ലാം തന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ പറയും നിങ്ങളല്ലേ തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മിറ്റിയല്ലേ തെറ്റ് ചെയ്ത്. അതിന് ഞാൻ ഒരു കാരണവശാലും ഐ വിൽ നോട്ട് ടേക്ക് ദാറ്റ് റിസ്ക്. അത് എന്റെ ജീവിതത്തിൽ എന്റെ പേഴ്സണാലിറ്റി. ഞാൻ ഇതിനകത്ത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടുന്നാണ് ഈ BJPന്റെ ഒരു ഇത്? സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ എന്നോട് ആ ദിവസം നമ്മളുടെ തിരുവല്ല പ്രോഗ്രാമിൽ പറഞ്ഞപ്പോൾ ഞാൻ ഓർമ്മയില്ലേ നിങ്ങൾ പറഞ്ഞത്? അന്ന് ഞാൻ പറഞ്ഞതാണ് പിഷു, ഞാൻ BJP ഒന്നും അല്ല. ഇത് എവിടുന്നാണ് ഈ BJP വന്നത്? ഇപ്പൊ ഞാൻ പറയാ കോൺഗ്രസിലെങ്കിലും എന്നെ മിനിസ്റ്റർ ഞാൻ ബാബുരാജിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അവര് BJPക്ക് ആളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞത്? ഇപ്പൊ ബാബുരാജ് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു ഞാൻ വീഡിയോ അയച്ചുതരാം.
അങ്ങനെ ആരോപണമുണ്ടല്ലോ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ 1 കോടി എടുത്തിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് കൊടുക്കാൻ വേണ്ടി എന്ന് നിങ്ങൾക്കെതിരെ ആരോപണം ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു പറയുന്നത്. ആരോപണം പറഞ്ഞാൽ എന്ത് പറഞ്ഞ അങ്ങനത്തെ ഒരു കാര്യം പറയണെങ്കിൽ പൊതുവേദിയിൽ അങ്ങനെ പറയണമെങ്കിൽ അത് പ്രൂഫ് ഇല്ലാതെ ഞാൻ അതാ പറഞ്ഞ ഐ വിൽ സീ യു ഇൻ ദ കോർട്ട്. ഞാൻ പറഞ്ഞ അന്ന് ഞാൻ ജനറൽ ബോഡി ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നമ്മുടെ ലോയിൽ ആരോപണം പറയാൻ പ്രൂഫ് വേണ്ട. നോ പക്ഷെ ആൾ എന്നെ പേഴ്സണലി പറയണതും പൊതുവേദിയിലും പറയണതും പൊതുവേദിയിൽ പറയാനും പ്രൂഫ് വേണ്ട. അതെ ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ ഇപ്പോ വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിക്ക് 6000 കോടിയുടെ അഴിമതി ഉണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. പൊതുവായിട്ട് പത്രസമ്മേളനം വിളിച്ച് പറയാണ്. ഇതൊരു ആരോപണമാണ്. ആരോപണത്തിന് പ്രൂഫ് വേണ്ട. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് ഉമ്മൻചാണ്ടി 6000 കോടി പറ്റിച്ചു, മറ്റേത് നമ്മൾ എന്ത് സാധനം ചെയ്താലും അവര് മുഴുവൻ അഴിമതിയാണ്, പൊളിറ്റിക്സ് അങ്ങനെ പറയുമല്ലോ. അപ്പൊ ആ നിയമം വെച്ചിട്ട് നമ്മൾക്ക് ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രൂഫ് വേണ്ട. ആരോപണം തെളിയിക്കാനാണ് പ്രൂഫ് വേണ്ടത്. നിങ്ങൾ തെളിയിച്ചോ, ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ തെളിയിച്ചോ. അല്ല അത് ഞാൻ പറഞ്ഞു ഐ സീ യു ഇൻ ദ കോർട്ട്. അതന്നെ ഞാൻ പറഞ്ഞു, തെളിയിച്ചോട്ടെ, ആള് തെളിയിക്കട്ടെ. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാബുരാജന്റെ വാദം, ബാബുരാജനോട് പറഞ്ഞു എനിക്കെതിരെ ഒന്നുമില്ല, ഞാൻ ആരോപണം പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മൂപ്പര് ടിനി ടോമിനോട് പറഞ്ഞു ഇത് ശ്വേത മേനനല്ല നമ്മളുടെ ഉന്നമായിരുന്നത്, നമ്മളുടെ ഉന്നമായിരുന്നു കുക്കു. എവിടെങ്കിലും കുക്കു എന്ന വ്യക്തിനെ ഇവരാരെങ്കിലും ഐ ഡൗട്ട് ആൻഡ് ഐ seriously believe that she was part of the crime to sabotage our committee. അത് ഞാനല്ല, ജോയേട്ടനോട് ചോദിച്ചോളൂ, നമ്മളുടെ കമ്മിറ്റി മെമ്പേഴ്സിനോട് തന്നെ ചോദിച്ചോളൂ. ടുഡേ ഐ ആം ടെലിംഗ്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാത്ത ഒരാളാണ്. അല്ല അത് പെർഫോമൻസ് അല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യത്തിലും പുള്ളി ഇടപെട്ടില്ല സാർ. അയാൾ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ധീരനായ ഒരാളാണെന്ന് ഞാൻ വിചാരിച്ചു. അല്ല ആ ദിവസം സ്റ്റേജിൽ പറഞ്ഞല്ലോ ദാറ്റ് നമ്മുടെ ട്രഷറർ അബ്സ്കോണ്ടർ ആണെന്ന്. അതൊരു സത്യമില്ല, അത് പറയാൻ ഇത്ര പുള്ളി പൊതുവെ ചെയ്യുന്ന ശക്തിയിൽ നിങ്ങൾക്കൊരു പിന്തുണ ആയില്ല. പൊതുവെ അല്ല അത് കറക്റ്റ് ആണ്. സി അതൊക്കെ പിഷു ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കമ്മിറ്റീന്റെ പ്രസിഡന്റ് ആയിരുന്നു. ദ കമ്മിറ്റി വിച്ച് വാസ് ഹാവിംഗ് നോ ഐക്യം. ഓക്കെ ആയിക്കോട്ടെ. അതെ എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞ കാര്യങ്ങൾ പറയാം. എത്ര മണിക്കാണ് മീറ്റിംഗ്? 11 മണി. 11 മണിക്ക് അമ്മ ഓഫീസിലോ? ഞാനൊന്നും ഇന്ന് വരെ മീഡിയസിനോടൊന്നും പറഞ്ഞിട്ടില്ല. 11 o'clock. എനിക്ക് മീഡിയസ് നല്ല ഈ ലോകത്താരെയും വിശ്വാസം ഇല്ലാതായോ? അല്ലല്ല അത് പിഷു. അപ്പൊ പിന്നെ പിഷു ലൈക്ക് യുനോ എനിക്ക് ഞാൻ അന്നും പറഞ്ഞ പോലെ എനിക്ക് ഒരു അപ്പനേ ഉള്ളൂ, അന്നും എന്നും. അതല്ല ഞാൻ പറയുന്നത്, തനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് നാളെ നിങ്ങളിപ്പോ നിങ്ങളുടെ ഗ്രൂപ്പില് നാളെ മീറ്റിംഗ് കഴിഞ്ഞ് കാര്യം പറയാന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് കുക്കു നമ്മളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ദാറ്റ് നമുക്ക് നാളെ ഇവരെ കാണാൻ പോകുന്നുണ്ട് എന്ന്. അപ്പൊ പിഷു സാധനങ്ങൾ തരാൻ വേണ്ടി കുക്കു എപ്പോ വരാൻ പറ്റുന്ന ചോദിച്ചു. അപ്പൊ കുക്കുവിനോട് പറഞ്ഞു 9 മണിക്ക് കൊണ്ട് തന്നോളാൻ പറഞ്ഞു. അപ്പൊ മീറ്റിംഗ് ഉണ്ടാവില്ല, ഞാനും ഗണേശേട്ടനും മാത്രമേ കുക്കുവിനെ കാണുള്ളൂ. മീറ്റിംഗിനിടെ കുക്കു വരാൻ പാടില്ല. അവിടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അമ്മയുടെ നിങ്ങൾ അവിടെ കൊണ്ട് തന്ന കുക്കുവിനോട് പറഞ്ഞിരുന്നേ. പിടുത്തം കിട്ടിയോ? അപ്പൊ നമ്മൾ ആ 9 മണിക്ക് നമുക്കും വരണെങ്കിലോ? ഹലോ 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 ഇതിപ്പോ സാധനങ്ങൾ കൈമാറാൻ വേണ്ടിട്ടില്ല, നാളത്തെ മീറ്റിംഗ് കഴിയട്ടെ എന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യണ്ടെന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഇലക്ഷൻ എപ്പോഴാ ചെയ്യണത് നിങ്ങള്? അതൊക്കെ നാളത്തെ മീറ്റിംഗ് കഴിഞ്ഞ് തീരുമാനിക്കുള്ളൂ. ശരി ഓക്കെ. ഞാൻ 4 മാസത്തിനകം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞത് കഴിഞ്ഞ അഡ്വോ കമ്മിറ്റി 1.5 കൊല്ലം അടുത്ത ജനറൽ ബോഡി എന്നൊക്കെ പറയാൻ പറ്റൂല, എനിക്ക് അത്ര ഇരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഇലക്ഷൻ 4 മാസത്തിനകം നടത്തണമെന്ന് പറഞ്ഞു. എന്തായാലും വെരി സാഡ്. ഓക്കെ ശരി.